Hello guys, welcome back to our channel. This is me with my love episode. എപ്പിസോഡ് ഓപ്പൺ സീനിൽ ഇപ്പോൾ റോബിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കുക. റോബിനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ വോഹറ ഐലാൻഡിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടും അവൾക്കാണെങ്കിൽ സമാധാനത്തോടു കൂടെ ജീവിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഗവൺമെന്റ് ആണെങ്കിൽ അവളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. എങ്ങനെയെങ്കിലും അവളെ തുടച്ചു നിൽക്കണം, അതുമാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. വോഹറ ഐലാൻഡിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു വന്നത് ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാനാണെന്നാണ് ഗവൺമെന്റ് ഈ ലോകത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആരും തന്നെ അവൾക്ക് അഭയം കൊടുക്കാനോ അവളെ പ്രൊട്ടക്ട് ചെയ്യാനോ തയ്യാറായിരുന്നില്ല. ഓരോരോ അഡ്വേഴ്സ് ആയിട്ടുള്ള ഘട്ടങ്ങളിൽ പെട്ടുപോകുമ്പോഴും റോബിനാണെങ്കിൽ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുകയായിരുന്നു. അവൾ ഒരു ചെറിയ പെൺകുട്ടിയാണെങ്കിലും അവൾക്ക് രക്ഷപ്പെടാനും അതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള വിവേകം ഉണ്ടായിരുന്നു. മാത്രമല്ല അവൾക്കാണെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഒരുപാട് പേരുടെ ബ്രെയിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഈ ലോകത്തിന് വലിയൊരു വിപത്താണെന്ന് പറഞ്ഞ് ഗവൺമെന്റിന്റെ ആൾക്കാരാണെങ്കിൽ അവളെ വിടാതെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു. അവൾക്ക് ബൗണ്ട് പ്രഖ്യാപിച്ചു. ഓരോരുത്തരും അവളെ കാട്ടിക്കൊടുക്കാനായിട്ട് ശ്രമിച്ചു. ആക്ച്വലി ഇതെല്ലാം നടന്നത് 22 വർഷങ്ങൾക്ക് മുൻപാണ്. ഒരാളാണെങ്കിൽ ഇപ്പം ആ സ്റ്റോറി പറയാനായിട്ട് തുടങ്ങുകയാണ്. 22 വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു വലിയ സംഭവം അത് കണ്ട് ഞാൻ നടുങ്ങിപ്പോയി. ഗവൺമെന്റിന്റെ ആളുകൾ വോഹറ ഐലാൻഡ് മുഴുവനായിട്ടും കത്തി നശിപ്പിച്ചു. ഇന്നസെന്റ് ആയിട്ടുള്ള കുറച്ച് ജനങ്ങളെ അവർ ഇവാക്വേഷൻ ഷിപ്പിൽ പുറത്തേക്ക് കൊണ്ടുവന്നുവെങ്കിലും അവർക്ക് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞില്ല. ആ വലിയ ഷിപ്പ് അത് പുറത്തേക്ക് എത്തേണ്ട താമസം അത് പൊട്ടിത്തെറിച്ചു. ആ ജനങ്ങളെല്ലാവരും മരണപ്പെട്ടു. ആ ഇവാക്വേഷൻ ഷിപ്പിലുണ്ടായിരുന്നവരുടെ നിലവിളി അതിപ്പോഴും എൻ്റെ കാതുകളിൽ പതിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എനിക്കത് ഒരു നൈറ്റ് മെയർ തന്നെയാണ്. ചുറ്റും ഉണ്ടായിരുന്നവരാണെങ്കിൽ അവനോട് ചോദിക്കും, അതിനും കാരണക്കാരി ആ റോബിൻ തന്നെയാണോ? അതിനവൻ പറയും, അതെ, അവളല്ലാതെ മറ്റാരുമല്ല. അവൾ അതുമാത്രമല്ല ചെയ്തത്, ഒരു നേവി ഷിപ്പിനെ തന്നെ അവൾ മുഴുവനായിട്ട് മുക്കിക്കളഞ്ഞു. അവളെ കാണാൻ ഒരു 8 വയസ്സുകാരിയായ പെൺകുട്ടിയാണെന്ന് തോന്നുമെങ്കിലും അവൾ ശരിക്കും പറഞ്ഞ ഒരു ഡീമനാണ്. സ്വന്തം ഐലാൻഡിനെ തന്നെ തകർത്ത് കളഞ്ഞ ഒരു വൃത്തികെട്ട ഡീമൻ. അങ്ങനെ ആ ഒരാളാണെങ്കിൽ ഇപ്പോൾ റോബിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് പോലും ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ഭയം തോന്നും. സോ അവിടെയുള്ളവരെല്ലാവരും അത് കേട്ട് റോബിനെ ഒരുപാട് വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്യുകയാണ്. അത് പറഞ്ഞത് ഒരു നേവി കമാൻഡറാണ്. അവനാണെങ്കിൽ അതുകൊണ്ട് നിർത്തില്ല, വീണ്ടും സ്റ്റോറി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അവളെ പിടിക്കാനായിട്ട് ഗവൺമെന്റ് ഒരുപാട് തവണ ശ്രമിച്ചു. അവൾക്ക് ബൗണ്ടി പ്രഖ്യാപിച്ചു. എന്നിട്ടും അവൾ അത്ര ഈസി ആയിട്ട് ഗവൺമെന്റിന്റെ കയ്യിലേക്ക് ലഭിച്ചില്ല. അത് കേട്ടാണെങ്കിൽ അവിടെയുള്ളവർക്ക് വീണ്ടും അത്ഭുതം. 8 വയസ്സുകാരി ഒരു പെൺകുട്ടിക്ക് ബൗണ്ടി പ്രഖ്യാപിച്ചെന്നോ? അതിനെ കമാൻഡർ പറയും, അതെ. ബൗണ്ടിക്ക് വേണ്ടി ഒരുപാട് ജനങ്ങൾ അവളെ കാട്ടിക്കൊടുക്കാനായിട്ട് തയ്യാറായി. അവളെ കണ്ടവരെല്ലാവരും വളരെ മോശമായിട്ട് അവളെക്കുറിച്ച് സംസാരിച്ചു. അവളെ അവരും ഒരു മോൺസ്റ്ററായിട്ട് ചിത്രീകരിച്ചു. അവളുടെ കണ്ണ് അത് ഭയങ്കരമാണ്. അവളുടെ ചുണ്ടും മൂക്കും കാണുമ്പോൾ തന്നെ ദുഷ്ടയായ ഒരു പെൺകുട്ടിയെ പോലെയാണെന്നൊക്കെ ഒരുപാട് പേര് പറയാനായിട്ട് തുടങ്ങി. റോബിനാണെങ്കിൽ രക്ഷപ്പെടാനായിട്ട് ഒരുപാട് ജോലികൾ ചെയ്തുകൊണ്ടേയിരുന്നു. പാവം നമ്മുടെ റോബിന്റെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് അവൾക്ക് അവളുടെ ജീവൻ നിലനിർത്തുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ എല്ലാവരും അവളെ കാട്ടിക്കൊടുത്ത് ആ ഒരു ബൗണ്ടി സ്വന്തമാക്കാനാണ് ശ്രമിച്ചത്. പാവം നമ്മുടെ റോബിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയൂ. അവളാണെങ്കിൽ കിട്ടുന്ന ജോലികളെല്ലാം ചെയ്ത് ഒരുപാട് പേര് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടും അവള് അവിടെ നിന്നെല്ലാം ഓടി രക്ഷപ്പെടുക മാത്രമാണ് ചെയ്തത്. അവരെ തിരികെ ദ്രോഹിക്കാൻ നിൽക്കുകയോ അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും ഉയർത്താൻ അവൾ ശ്രമിച്ചിട്ടില്ല. ഒരുപാട് പേര് നീ ഒരു ഡീമനാണ്, നിന്റെ റിയൽ രൂപം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞ് ആക്രോശിച്ച് അവളുടെ അടുത്തേക്ക് വന്നു. അവളാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും തന്നെ കൺമുമ്പിൽ നിന്ന് ഓടി മറിഞ്ഞ് അവൾക്ക് കിട്ടിയ ചെറിയ ഭക്ഷണവും വെള്ളവും, എന്തിന് മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും കഴിച്ച് ദിവസങ്ങൾ തള്ളി നീക്കി. റോബിന്റെ മനസ്സിനും അവളുടെ ശരീരത്തിനും പ്രായത്തിനും താങ്ങാൻ കഴിയാവുന്നതിലും അധികം പ്രശ്നങ്ങളാണ് അവൾ ഫേസ് ചെയ്തത്. മഴ, വെയില്, മഞ്ഞ്, മനുഷ്യരുടെ ഇടപെടൽ, അങ്ങനെ എല്ലാം തന്നെ അവളെ തളർത്താൻ ശ്രമിച്ചപ്പോഴും അവൾ ഒറ്റയ്ക്ക് അതിനെല്ലാം പൊരുതി പോരാടി തോൽപ്പിച്ചു. ഒരു ദിവസം പോലും സമാധാനമായിട്ട് അവളെ കൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഓരോ സമയത്തും അവരാണെങ്കിൽ അവളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ. പക്ഷെ ഇവിടെ ആ സ്റ്റോറി പറയുന്നവനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉൾട്ടയായി പറഞ്ഞുകൊണ്ടേയിരിക്കും. റോബിനെ ഒരു മോൺസ്റ്ററായിട്ട് അവൻ ചിത്രീകരിക്കും. അവനാണെങ്കിൽ യാതൊരു മര്യാദയില്ലാതെ അവളെക്കുറിച്ച് വലിയ വലിയ കള്ളങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ റോബിൻ ആരെ ഉപദ്രവിച്ചിട്ടില്ല. അവളാണെങ്കിൽ ആ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ട് സ്വന്തമായി അവളുടെ ജീവൻ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. അവൾ ഓരോ തവണ അതിന് ശ്രമിക്കുമ്പോഴും അവളുടെ അമ്മ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് വരും. നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, നിനക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും, നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നത്. ആ ഒരൊറ്റ കാരണത്താൽ റോബിനാണെങ്കിൽ അവളുടെ ആത്മഹത്യ ചെയ്യുക എന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് മാറി. പിന്നീട് ആ ജൈന്റ് പറഞ്ഞതുപോലെ
നിനക്ക് ആവശ്യമായി വരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിനെ നീ കണ്ടെത്തും. അതനുസരിച്ചാണ് നമ്മുടെ റോബിനും ലൂഫിയൻ ടീമിനെ കണ്ടെത്തിയതും ഇവിടം വരെ എത്തിയതും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ മഴവില്ലിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോബിനടക്കം എല്ലാവരും ആ ഒരു കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ട് ചുറ്റും നോക്കും. ഉടനെ ബ്രോഹിയാണെങ്കിൽ ഹാപ്പി ആയിട്ട് പറയും, നമ്മൾ പോർട്ടിലേക്ക് എത്തി. അത് കേട്ട് ബ്രൂക്കിന് ഭയങ്കര കൺഫ്യൂഷൻ. സാധാരണ കടലിലാണ് ഈ പോർട്ട് ഉണ്ടാവുക, ഇതെങ്ങനെ ഒരു ഐലാൻഡിൽ പോർട്ട് വന്നു? ഈ മരത്തിനെയാണോ അല്ലെങ്കിൽ ഈ ഒരു വിബ്ജിയോറിനെയാണോ ഇവർ പോർട്ടെന്ന് പറയുന്നത്? നമ്മുടെ ആൾക്കാരാണെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് ആകാംക്ഷയോട് കൂടെ നോക്കിയിരിക്കും. സോ അവരാണെങ്കിൽ കപ്പൽ ആ റെയിൻബോയിലൂടെ കൊണ്ടുപോയി ക്ലൗഡ്സിലൂടെ കൊണ്ടുവന്ന് ഇപ്പോൾ ആ ഒരു വെസ്റ്റേൺ വില്ലേജിന്റെ പോർട്ടിൽ അങ്ങനെ കപ്പൽ നിർത്തുകയാണ്. അവിടെ നമ്മുടെ ആൾക്കാർ സ്വീകരിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ. അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് വിളിച്ചു ചോദിക്കും, എന്തുപറ്റി ലേറ്റായി പോയത്? ഞങ്ങൾ കുറെ ദിവസമായി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവരെ കണ്ട് അതിശയിച്ച് അട്ടിമുട്ടി നോക്കും. കാരണം അവരുടെ സൈസ് വളരെ വലുതാണ്, എങ്കിലും കാണാൻ മനുഷ്യരെ പോലെ തന്നെയാണ്. അതേസമയം സുവറ്റ്സ് എന്ന് പറയുന്ന ഒരു കപ്പൽ അതങ്ങനെ എയറിൽ ഫ്ലൈ ചെയ്ത് വരികയാണ്. ആ ക്ലൗഡിന്റെ പവർ കൊണ്ടാണ് അതിന് എയറിൽ ഫ്ലൈ ചെയ്ത് വരാനായിട്ട് കഴിയുന്നത്. ഇതുപോലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പല കാഴ്ചകളും കണ്ട് നമ്മുടെ ആൾക്കാർ അത്ഭുതപ്പെട്ട് നിൽക്കും. മാത്രമല്ല അവിടുത്തെ ക്ലൈമറ്റ് അത് അടിപൊളിയാണ്. ഓവറായിട്ട് ചൂടുമില്ല, ഓവറായിട്ട് തണുപ്പുമില്ല. നമ്മുടെ ആൾക്കാർക്ക് അവിടം ഒരുപാട് ഇഷ്ടപ്പെടും. ആ ഒരു പറക്കുന്ന കപ്പലിൽ അവിടേക്ക് വന്നത് മറ്റാരുമല്ല, ലൂഫിയൻ ടീമാണ്. അവരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഹൈറുദ്ദീൻ്റെ അടുത്തേക്ക് വരും. ഹൈറുദ്ദീനാണെങ്കിൽ സന്തോഷത്തോടു കൂടെ നമ്മുടെ ആൾക്കാരെ സ്വീകരിക്കും. വാവ് ലൂഫി, നിന്നെ കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നീ ഇപ്പോൾ ആ 4 എംപറേഴ്സിൽ ഒരാളാണല്ലേ, അതുകൊണ്ട് തന്നെ നീ ഞങ്ങളുടെ എല്ലാവരുടെയും അധിപനാണെന്ന് പറയും. ലൂഫിക്കാണെങ്കിൽ അതത്ര ഇഷ്ടമൊന്നും ആവില്ല. എന്നെ അങ്ങനെയൊന്നും വിളിക്കുന്നത് എനിക്ക് താല്പര്യമില്ല എന്ന് അവൻ പറയും. ഉടനെ ഹൈറുദ്ദീനാണെങ്കിൽ സോറി പറഞ്ഞ് അവൻ ഓരോരുത്തരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ 4 പേരാണ് എൻ്റെ പ്രധാനപ്പെട്ട 4 സോൾജിയേഴ്സ്. ഇവിടെ റോഡിനെ ആണെങ്കിൽ ചെങ്ങലയൊക്കെ ഇട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. അവനെക്കുറിച്ചൊരു വാക്ക് ലൂഫി ഹൈറുദ്ദീനോട് പറഞ്ഞ അടുത്ത നിമിഷം ഹൈറുദ്ദീൻ അവനെ തല്ലിക്കൊല്ലും. ഹൈറുദ്ദീന്റെ സംസാരത്തിൽ നിന്ന് ലൂഫിക്ക് ഒരു കാര്യം വ്യക്തമാവും, അവൻ ലൂഫിയുടെ അസിസ്റ്റന്റിനെ പോലെയാണ് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിന് ലൂഫി പറയും, അയ്യോ ഇല്ല, എനിക്കിപ്പോൾ അസിസ്റ്റൻസിന്റെയോ സർവൻസിന്റെയോ ഒന്നും ആവശ്യമില്ല. ഞാൻ നോക്കുന്നത് നല്ല സുഹൃത്തുക്കളെയാണ്. എനിക്ക് നിന്നെ വേണ്ടത് നല്ലൊരു സുഹൃത്തായിട്ട് മാത്രമാണ്. അതിന് ഹൈറുദ്ദീൻ പറയും, നിനക്ക് ഒരു സുഹൃത്തിനെ ആയിരിക്കും ആവശ്യം, പക്ഷേ ഞങ്ങൾ നിന്നെ കാണുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും കമാൻഡർ ആയിട്ടാണ്. അങ്ങനെ ഇവിടെ സീരിയസ് മാറ്റർ സംസാരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മുടെ സാൻസി, അവനാണെങ്കിൽ ആ ജയന്റ് ലേഡിയുടെ അടുത്ത് കൊഞ്ചി കുറുവി അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഹൈറുദ്ദീനാണെങ്കിൽ ലൂഫിയോട് പറയും, നീ ആ ബിഗ് മോമിനെ ഒരു പാഠം പഠിപ്പിച്ചു അല്ലേ? അത് കേട്ട് ലൂഫി ചോദിക്കും, അതെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനവൻ പറയില്ല, ആക്ച്വലി ആ ബിഗ് മോമും ഞങ്ങളുമായിട്ട് വലിയൊരു ചരിത്രമുണ്ട്, അതുകൊണ്ട് തന്നെ നീ ചെയ്തതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയും. ആ സമയം ബ്രോഹി ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും പറയണം നിർബന്ധമുണ്ടോ? നമുക്ക് അകത്തേക്ക് പോവാം, എന്തെങ്കിലും കഴിച്ചതിന് ശേഷം കാര്യമായിട്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും അകത്തേക്ക് ക്ഷണിക്കുകയാണ്. ഉടനെ ഹൈറുദ്ദീനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ രാജാക്കന്മാരെ പോലെ അദ്ദേഹത്തിന്റെ 2 കൈവെള്ളയിലും അങ്ങനെ തൂക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോവാണ്. ലൂഫി ആണെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള ആവേശത്തിൽ താഴേക്ക് അങ്ങനെ എടുത്തു ചാടും. കാരണം ഇനി നടക്കാൻ പോകുന്നത് വലിയൊരു യുദ്ധമാണ്. അതേസമയം റോബിൻ ആണെങ്കിൽ അകത്തേക്ക് പോവാതെ എന്തോ ഒന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കും. റോബിൻ എന്തോ ഒരു കാര്യം ശ്രദ്ധിച്ച് ഇപ്പൊ ലൂഫിയെ വിളിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ കാര്യം തിരക്കി അവളുടെ അടുത്തേക്ക് വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാരാണെങ്കിൽ പാർട്ടിയൊക്കെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തിരികെ പോവാണ്. ഇപ്പൊ നമ്മുടെ ആൾക്കാർ വെസ്റ്റേൺ വില്ലേജിൽ നിന്ന് സൗത്ത് വെസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവിടം കാണാനും ഒരുപാട് ആഗ്രഹമുണ്ട്. ഗേർഡ് ആണെങ്കിൽ ഇപ്പോൾ അവരോട് പറയും, സോൾ റോബിന് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറഞ്ഞിരുന്നു. റോബിന് എന്തോ ഒരു ലൈബ്രറി കാണിക്കാനാണ് അവൾ വിളിക്കുന്നത്. അതിന് റോബിനാണെങ്കിൽ ഓക്കെ പറയും. ലൂഫി ആണെങ്കിൽ താങ്ക്സ് പറയും. എൻ്റെ ക്രൂ മെമ്പേഴ്സിന് ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ ഉറപ്പായാലും ഞാനാണ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ അവരോട് നന്ദി പറയുക. അതിനുശേഷം അവരാണെങ്കിൽ ഇപ്പോൾ സോളിനെ കുറിച്ച് സംസാരിക്കും. ഇവിടുത്തെ ലൈബ്രറി എല്ലാം തന്നെ നോക്കുന്നത് സോളാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മുൻപോട്ടേക്ക് പോകുമ്പോഴായിരിക്കും ആർച്ച് പോലുള്ള വലിയൊരു മരം അവർ കാണുക. അപ്പം ലോങ് ഷോട്ടിലായിട്ട് വാരിയേഴ്സ് കുളിക്കുന്ന ഒരു വലിയ ഹോട്ട് സ്പ്രിംഗ് കാണുകയാണ്. അവർക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. കാരണം അത് കാണാൻ ബീച്ച് പോലെയുണ്ട്. കപ്പലാണെങ്കിൽ അതിന്റെ ഒരു ഓരത്ത് അങ്ങനെ നിർത്തും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് മുകളിലേക്ക് കാണിക്കും. അവിടെയാണ് ആ ഹോൾ ലൈബ്രറി അതുള്ളത്. അത് കണ്ട് എല്ലാവരും അവിടേക്ക് പോകാൻ തയ്യാറാവുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.